ഇത്തവണ ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാനുള്ള സാധ്യതയാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരും ജനപ്രതിനിധികളും കാണുന്നത്. കേരളത്തിന് കാര്യമായ പദ്ധതി വിഹിതങ്ങൾ മാറ്റിവെക്കാൻ സാധ്യതയില്ല. സംസ്ഥാന സർക്കാർ ഏറെ നാളായി മുന്നോട്ട് വെക്കുന്ന എയിംസ് ലഭ്യമാകുമോ എന്ന കാര്യത്തിലും ആശങ്ക തുടരുകയാണ്. സർക്കാരിന് ലഭ്യമാകാനുള്ള വിഹിതങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഡൽഹിയിൽ സമരത്തിന് ഒരുങ്ങുമ്പോഴാണ് മറ്റൊരു ബഡ്ജറ്റ് കൂടി എത്തുന്നത്. സാധാരണഗതിയിൽ കേന്ദ്രവിഹിതമായി ലഭ്യമാകാൻ സാധ്യതയുള്ളവ കുറയുമെന്നാണ് ജനപ്രതിനിധികൾ പറയുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനമായിരിക്കും ഈ ബജറ്റിൽ ഉണ്ടാവുക. സാമൂഹിക സേവന ആരോഗ്യ മേഖലകളിൽ അർഹമായ പ്രാധാന്യം സംസ്ഥാന സർക്കാരിന് കിട്ടുമെന്നുള്ള കാര്യവും കണ്ടറിയണം. അതേസമയം റെയിൽവേ വികസനം, ദേശീയപാത വികസനം, പുതിയ ഹൈവേ പദ്ധതികൾ എന്നിവ സർക്കാരിനായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ബജറ്റുകളിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായ പരിഗണന ലഭ്യമായിട്ടില്ല എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതി, കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി എന്നിവയ്ക്കുള്ള കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കുമോ എന്നുള്ള കാര്യം സംശയത്തിന്റെ നിഴലിലാണ്. കേവലം ഒരു ബഡ്ജറ്റ് എക്സർസൈസ് എന്നതിനപ്പുറത്തേക്ക് അതിന് യാതൊരു പ്രാധാന്യവുമില്ല, ഒരു ഇമ്പോർട്ടൻസുമില്ല. കാരണം പ്രാവർത്തികമാക്കാൻ കഴിയുന്നതല്ല, പ്രാവർത്തികമാക്കാനുള്ള സമയപരിധി ഈ ഗവൺമെൻറ്റില്ല. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം എത്രയോ കാലമായി ആവശ്യപ്പെട്ടിരുന്നതാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. സത്യത്തിൽ എത്ര പ്രാവശ്യം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയാണ്, അത് ഇതേവരെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടില്ല. കേരളത്തിൻ്റെ ഒട്ടനവധി ആവശ്യങ്ങൾ, റെയിൽവേയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും ചിലപ്പോൾ ഒരു പക്ഷേ BJP കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട്, കേരളം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കേരളം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. വിവിധ റെയിൽവേ സ്റ്റേഷനുകൾക്കായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ സംസ്ഥാനത്തിന് നൽകിയെങ്കിലും ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ യാത്രാ സൗകര്യം കാര്യമായി പരിഗണിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. 90കളിൽ തുടങ്ങിയതാണ് ശബരിമല തീർത്ഥാടകർക്കും മലയോര മേഖലയിലുള്ളവർക്കുമായുള്ള ശബരി റെയിൽപാത. എന്നാൽ തുടങ്ങി എല്ലാം അവിടെ തന്നെ അവസാനിച്ച നിലയാണ്. അങ്കമാലി മുതൽ കാലടി വരെ ഒതുങ്ങി ശബരിപാതയുടെ വികസനം. കേന്ദ്രവിഹിതത്തിലെ വർധനയാണ് മറ്റൊരു കാര്യം. സംസ്ഥാന സർക്കാരിന് കടമെടുക്കാനുള്ള തുക വർദ്ധിപ്പിക്കുമോ എന്നുള്ള കാര്യവും കണ്ടറിയണം. നികുതി വർധനയ്ക്കുള്ള സാധ്യതകൾ കുറവാണ്. നികുതി വർധന ഉണ്ടായാൽ മാത്രമേ വിഹിതം കൂടുതലായി സർക്കാരിന് ലഭ്യമാവുകയുള്ളൂ. പരിസ്ഥിതി സൗഹൃദം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആവില്ല. കേരളത്തിലെ ലൈഫ് പദ്ധതിയും എങ്ങുമെത്താത്ത അവസ്ഥയിലാണ്. ഇതിനും കേന്ദ്രത്തിന്റെ വിഹിതം കൂടുതലായി പ്രതീക്ഷിക്കുന്നുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലാണ് കേരളത്തിന് മറ്റൊരു പ്രതീക്ഷ. എയിംസ് എന്ന സ്വപ്നം ഇതുവരെയായും സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ആവശ്യമുന്നയിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ നിരവധി തവണ സമീപിച്ചിരുന്നു. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് ജനപ്രതിനിധികൾക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം. സാധാരണഗതിയിൽ ബജറ്റ് അവതരണത്തിന് മുൻപ് മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കാറുള്ള പതിവ് യോഗങ്ങൾ ഇത്തവണയും ഉണ്ടായില്ല. ഇത് സർക്കാരിന് അർഹമായ വിഹിതം ചോദിച്ചു വാങ്ങുന്നതിന് കാര്യമായി ബാധിക്കുമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് എംപിമാരുടെ പരാതി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. മലയോര മേഖലയിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ശബരി റെയിൽപാത. തീർത്ഥാടകർക്കും മലയോര കർഷകർക്കും വലിയ പ്രതീക്ഷ നൽകിയിരുന്ന ഒന്ന്. എന്നാൽ നാളിതുവരെ 7 കിലോമീറ്ററിനപ്പുറത്തേക്ക് പാത നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കായിട്ടില്ല. കേന്ദ്ര ബജറ്റിൽ ഈ പാതയ്ക്ക് പണം അനുവദിക്കുമോ എന്ന ആശങ്കയും പ്രതീക്ഷയിലുമാണ് ശബരിമല തീർത്ഥാടകർ. 1997 550 കോടി രൂപയാണ് പാതയുടെ നിർമ്മാണത്തിനായി അനുവദിച്ചത്. അങ്കമാലി മുതൽ കാലടി വരെ 7 കിലോമീറ്റർ ദൂരം പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കി. കാലടി മുതൽ ശേഷിക്കുന്ന 10 കിലോമീറ്റർ ദൂരവും ഭൂമി ഏറ്റെടുത്തെങ്കിലും ഭൂമി നഷ്ടമായവർക്ക് നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. നിലവിൽ ഈ പാത പുനലൂർ വരെ ദീർഘിപ്പിക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ പാത ദീർഘിപ്പിച്ചാൽ നിലവിലെ റെയിൽപാതയ്ക്ക് സമാന്തരമായി മലയോര മേഖലയിലൂടെ ഒരു പാതയുണ്ടാകും എന്ന പ്രതീക്ഷയാണ്. പുനലൂർ പാതയുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ മറ്റൊരു മാർഗവുമുണ്ടാകും. പാതയുടെ നിർമ്മാണത്തിന് 3860 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ 100 കോടി അനുവദിച്ചെങ്കിലും നിർമ്മാണ പ്രവൃത്തി ഒന്നും തന്നെ നടന്നിട്ടില്ല. കോടിക്കണക്കിന് വരുന്ന ശബരിമല തീർത്ഥാടകർക്ക് മാത്രമല്ല, മറിച്ച് കേരളത്തിന് മലയോര മേഖലയുടെ വികസനത്തിന്റെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമായിരിക്കും ഈ ശബരി റെയിൽവേ യാഥാർത്ഥ്യമാകുക എന്നുള്ളത്. എരുമേലി പുതിയ വിമാനത്താവളം കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ റെയിൽവേ എയർ കണക്ഷൻ ഉണ്ടാകുന്ന
ഒരു മേഖല എന്ന നിലയിൽ വലിയ പുരോഗതിക്കും മാറ്റങ്ങൾക്കുമാണ് വഴിതെളിക്കാൻ പോകുന്നത്. 2 പതിറ്റാണ്ടായി പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചർച്ചകൾ നടത്തിയിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ നിർമ്മാണത്തിന്റെ പകുതി തുക ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ LDF സർക്കാരും പകുതി തുക ഏറ്റെടുക്കാൻ തയ്യാറാണ്. എരുമേലി വരെയുള്ള പാതയുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന ജോലികൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി വരേണ്ടത് റാന്നി, കോന്നി തുടങ്ങി മലയോര മേഖലകളിലേക്കുള്ള സ്ഥലം കണ്ടുപിടിച്ച് പാത നിർമ്മിക്കുക എന്നതാണ്. എന്നാൽ ഇതിനുവേണ്ടിയുള്ള സർവേ നടപടികൾ ഇതുവരെയായി പുരോഗമിച്ചിട്ടില്ല. സർവേ നടപടികൾക്ക് തന്നെ നല്ലൊരു തുക വേണ്ടിവരും. ഈ പാത യാഥാർത്ഥ്യമായാൽ ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ മലയോര ജില്ലകളിലെ ആളുകൾക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുവാനുള്ള എളുപ്പമാർഗമായി മാറും. അതേസമയം ശബരിമല തീർത്ഥാടകർക്കുള്ള പുതിയ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ചെലവ് 9,000 കോടി രൂപ. ചെങ്ങന്നൂരിൽ നിന്നും പമ്പയിലേക്കുള്ള റെയിൽപാത. ഇത് പൂർണ്ണമായും എലിവേറ്റഡായി നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതാ പഠനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. നിലവിൽ ഈ 2 പാതകളിലും വലിയ പ്രതീക്ഷയാണ് ഈ കേന്ദ്ര ബജറ്റിൽ മലയോര കർഷകരും ശബരിമല തീർത്ഥാടകരും വെച്ചുപുലർത്തുന്നത്. നവംബർ മാസത്തിൽ തുടങ്ങി ഏകദേശം 120 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ശബരിമല തീർത്ഥാടന സമയത്ത് തീർത്ഥാടകർക്ക് വേഗത്തിൽ എറണാകുളത്ത് നിന്നും എരുമേലിയിലേക്ക് എത്താനും അവിടെ നിന്ന് വാഹനമാർഗം പമ്പയിലെത്താനും കഴിയുമെന്നതാണ് ശബരി പാതയുടെ അലൈൻമെന്റ്. എന്നാൽ ഈ പാതയുടെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൃത്യമായി നടന്നിട്ടില്ല. പുതിയ പാത ചെങ്ങന്നൂരിൽ നിന്നും തുടങ്ങി ശബരിമല തീർത്ഥാടകർക്കായി എത്തുന്നത് പമ്പയിൽ തന്നെയാണ്. ഈ 2 പാതകളും ചരക്ക് നീക്കത്തിനും മലയോര കർഷകരുടെ ക്രയവിക്രയത്തിനും സഹായകമാകും. കേന്ദ്ര ബജറ്റിൽ പുതിയ റെയിൽപാതയ്ക്ക് വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.